coming soon. കാണുന്നില്ലേ, അറിയുന്നില്ലേ കാലത്തിനടയാളങ്ങൾ, കേൾക്കുന്നില്ലേ, ഓർക്കുന്നില്ലേ കർത്താവിൻ പ്രവചനങ്ങൾ. വരികയായി രാജാധിരാജൻ, ഒരുങ്ങുവിൻ പ്രിയജനമേ, കൊയ്ത്തിനു കാലമായി, വിളവുകൾ പാകമായി, ആത്മാവിൻ അഭിഷേകത്താൽ ആത്മാക്കളെ കൊയ്തിടാം. പ്രാർത്ഥനയാലേ പരിത്യാഗത്താലേ സുവിശേഷ വേല ചെയ്യാം, ആത്മാക്കളെ നേടിടാം. പ്രേമ പ്രേമ കർത്താവ് സംസാരിക്കുന്നു, പ്രേമ പ്രേമ കർത്താവ് സംസാരിക്കുന്നു. ജനമേ, ദൈവജനമേ, ഹൃദയം തുറന്നു കേൾക്കുവിൻ. കർത്താവിന്റെ ആഗമന ദിനത്തെ പ്രതീക്ഷിക്കുകയും ത്വരിതപ്പെടുത്തുകയും ചെയ്യുവിൻ. ഹല്ലേലൂയ. ഈശോയിൽ എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളൊപ്പമായിരിക്കുവാൻ കൃപ തന്ന കർത്താവിനെ നന്ദിയോടെ ഞാൻ സ്തുതിക്കുകയാണ്. റേമ ഈ ശുശ്രൂഷയിലൂടെ പരസ്പരം കണ്ടുമുട്ടുവാനും യേശുവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനും ദൈവത്തിൻ്റെ വചനം കേട്ട് പരിശുദ്ധാത്മാവിൽ ബലപ്പെടുവാനുമായി സ്വർഗം തരുന്ന ഈ നല്ല അവസരങ്ങളെ ഓർത്ത് നമുക്ക് കർത്താവിന് നന്ദി പറയാം. കഴിഞ്ഞ 2 ആഴ്ചകളിൽ റേമ ശുശ്രൂഷ ഉണ്ടായിരുന്നില്ല. മിസ്പ ശുശ്രൂഷയ്ക്ക് വേണ്ടിയും മറ്റ് ചില പ്രോഗ്രാമുകൾക്ക് വേണ്ടി നമ്മൾ 2 ആഴ്ച ഈ ശുശ്രൂഷ മാറ്റിവെച്ചു. സഭയിലാകമാനം വിശ്വാസത്തിനൊരു പുത്തൻ ഉണർവേകിക്കൊണ്ട് മിസ്പ ശുശ്രൂഷയെ പരിശുദ്ധാത്മാവ് അനുഗ്രഹിച്ചു. ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് സമർപ്പിക്കാം. പരിശുദ്ധാത്മാവാണ് ഓരോ ശുശ്രൂഷയും ഏറ്റെടുത്ത് നിയന്ത്രിക്കേണ്ടത്. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ, പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നില്ലെങ്കിൽ, പരിശുദ്ധാത്മാവ് ഇടപെടുന്നില്ലെങ്കിൽ എല്ലാ ശുശ്രൂഷകളും വ്യർത്ഥമാണ്. നമുക്കൊരുമിച്ച് ഒരു മനസ്സോടെ പരിശുദ്ധാത്മാവിനെ സ്നേഹത്തോടെ വിളിച്ച് വിളിച്ച് പ്രാർത്ഥിക്കാം. ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 2-ാം തിരുവചനമാണ്. ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിനു മീതെ ചലിച്ചുകൊണ്ടിരുന്നു. എത്ര മനോഹരമായ വചനമാണിത്. ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിൻ്റെ മീതെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. സൃഷ്ടപ്രപഞ്ചത്തിന് മേൽ പരിശുദ്ധാത്മാവ് അടയിരിക്കുകയാ, പൊരുന്നിരിക്കുകയാ. തള്ളക്കോഴി മുട്ടയുടെ മേൽ അടയിരിക്കുന്നത് പോലെ, പൊരുന്നിരിക്കുന്നത് പോലെ തൻ്റെ ജീവനും തൻ്റെ ശക്തിയും തൻ്റെ സാന്നിധ്യവും പ്രപഞ്ചത്തിന് നൽകിക്കൊണ്ട് സൃഷ്ടിയുടെ ആരംഭത്തിൽ പരിശുദ്ധാത്മാവ് ക്രമരഹിതമായ, രൂപരഹിതമായ പ്രപഞ്ചത്തിന് രൂപവും ഭാവവും നൽകുകയാണ്. നമുക്ക് പരിശുദ്ധാത്മാവോട് പറയാം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ കുടുംബങ്ങളുടെ മേൽ ചലിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ ചലനമാണ് എൻ്റെ സഹോദരി സഹോദരങ്ങളെ നമുക്ക് ആവശ്യമായിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് ചലിക്കുമ്പോൾ സാത്താൻ കോട്ടകൾ തകരും. പരിശുദ്ധാത്മാവ് ചലിക്കുമ്പോൾ അവിശ്വാസത്തിൻ്റെ കെട്ടുകൾ പൊട്ടും. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ സകല സാധ്യതകളും സാധ്യതകളായിട്ട് മാറുകയാണ്. നമ്മുടെ കുടുംബങ്ങളിൽ ആത്മാവിൻ്റെ ആനന്ദം ഉണ്ടാവുകയാണ്, സ്നേഹം വർദ്ധിക്കുകയാണ്.
പരസ്പരം കൂട്ടായ്മയുണ്ടാവുകയാണ്. നമ്മെല്ലാവരും ഒരേ ഹൃദയത്തോടെ കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ചലനങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ സംഭവിക്കുവാൻ, ചലനമറ്റ കുടുംബങ്ങളിലേക്ക്, കൂട്ടായ്മകളിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ പുത്തൻ അഭിഷേകം വ്യാപരിക്കുവാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവെ പരിവർത്തിക്കണമേ, പരിശുദ്ധാത്മാവെ ചലിക്കണമേ, പരിശുദ്ധാത്മാവെ സംസാരിക്കണമേ, പരിശുദ്ധാത്മാവ് ഇടപെടണമേ. നമ്മൾ ഓരോരുത്തരും യേശുവിൻ്റെ നാമത്തിൽ ആത്മാവിനെ വിളിച്ച് 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 പ്രാർത്ഥിക്കുക. ഒരു 3 പ്രാവശ്യം എല്ലാവരും ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. അല്പം കൂടി സ്വരം ഉയർത്തി ഹൃദയം തുറന്നങ്ങ് പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. ഞങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് വരണമേ, ഞങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് വരണമേ. ഞങ്ങൾ അനുഭവിക്കുന്ന തകർച്ചകളിലേക്ക് വരണമേ, തകർച്ചകളിലേക്ക് വരണമേ. ദുരിതങ്ങളിലേക്ക് വരണമേ, ദുരിതങ്ങളിലേക്ക് വരണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ സങ്കടങ്ങളിലേക്ക്, വേദനകളിലേക്ക്, രോഗങ്ങളിലേക്ക് കടന്നു വരണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക്, മക്കളിലേക്ക്, മാതാപിതാക്കളിലേക്ക്, സഹോദരി സഹോദരങ്ങളിലേക്ക്, ഞങ്ങളുടെ സമൂഹത്തിലേക്ക് ശക്തിയോടെ വരണമേ. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. ഈശോയെ നന്ദി. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2:4 വീണ്ടും ദൈവത്തിന്റെ വചനം പറയുകയാണ്, അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു, ആത്മാവ് കൊടുത്ത ഭാഷണവരം അനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. എത്ര മനോഹരമായ വചനമാണിത്. ഇന്ന് രാത്രിയിൽ കർത്താവ് തന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ നിറയ്ക്കുവാൻ പോവുകയാണ്. ആത്മാവിന്റെ അഭിഷേകത്താൽ, ആത്മാവിന്റെ കൃപാവരങ്ങളാൽ, ആത്മാവ് നൽകുന്ന ശക്തിയാൽ, ആത്മാവിന്റെ സാന്നിധ്യത്താൽ ഈശോ നമ്മെ പൂരിതമാക്കുന്ന സമയം. ഒരു നിമിഷം കരങ്ങൾ അല്പം ഉയർത്തിപ്പിടിച്ച്, എല്ലാവരും കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നമ്മൾ ആയിരിക്കുന്നിടത്തേക്ക് സ്നേഹത്തോടെ പരിശുദ്ധാത്മാവിനെ വിളിച്ച് വിളിച്ച് പ്രാർത്ഥിക്കുക. അഭിഷേകത്തിന്റെ തീ ഇറങ്ങട്ടെ, അഭിഷേകത്തിന്റെ കാറ്റടിക്കട്ടെ, കൃപയുടെ ശക്തി വ്യാപരിക്കട്ടെ, അഭിഷേക സാന്നിധ്യം നിറയട്ടെ. സകല കെട്ടുകളും, സകല ബന്ധനങ്ങളും, പൈശാചിക ആധിപത്യങ്ങള്, നാരകീയ പോരുകള്, തിന്മയുടെ ശക്തികള് അഭിഷേകത്തിന്റെ നിറവിനാൽ, പരിശുദ്ധാത്മ ശക്തിയാൽ ചിന്ന ഭിന്നമാകട്ടെ. സ്പിരിറ്റ് മൂവ്. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന 10,000ങ്ങളിലേക്ക്, ആവശ്യങ്ങളിലേക്ക്, നിയോഗങ്ങളിലേക്ക് പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് ആത്മാവിനെ മഹത്വപ്പെടുത്തി ഒരു മനസ്സോടെ നമ്മൾ ആരാധിച്ച് പാടി സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. വെൽക്കം ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങേണമേ, അഭിഷേകം ചെയ്യണേ, ശക്തിയാൽ നിറയ്ക്കണേ. ഓ പരിശുദ്ധാത്മാവേ വരണമേ, ജീവിതങ്ങൾ ഏറ്റെടുക്കണമേ, കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഓരോ വ്യക്തിയെയും ദൈവ സാന്നിധ്യത്താൽ, ദൈവശക്തിയാൽ, ദൈവകൃപയാൽ നിറയ്ക്കണമേ. അഭിഷേകം ചെയ്തന്നെ, ശക്തിയാൽ നിറയ്ക്കണേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചേർന്ന് പാടി ആരാധിക്കാം. മുഖ്യ ദൂതരോട് ചേർന്ന് വിശുദ്ധ മിഖായേലേ, വിശുദ്ധ ഗബ്രിയേലേ, വിശുദ്ധ റാഫയേലേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. We worship Lord. അഭിഷേകം ഇറങ്ങട്ടെ, സകല കെട്ടുകളും അഴിയട്ടെ, മുഖങ്ങൾ
പൊടിയട്ടെ. പരിശുദ്ധാത്മാവേ, 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 ദൈവത്തിന്റെ തീയായി കത്തിപ്പടരുക. പിതാവാം ദൈവത്തിനു ആരാധന, പുത്രനാം ദൈവത്തിനു ഒരുമിച്ച് പാടുകേ. ആത്മാവാം ദൈവത്തിനു ആരാധന, ത്രിയേക ദൈവത്തിനു ആരാധന. പരിശുദ്ധാത്മാവേ, 10,000ങ്ങളിലേക്ക് വരിക. എല്ലാ വിഷയങ്ങളെയും ഏറ്റെടുക്കണമേ. ഈ രാത്രി കൃപയുടെ രാത്രിയാക്കി, അനുഗ്രഹത്തിന്റെ രാത്രിയായി, സൗഖ്യത്തിന്റെ രാത്രിയായി പരിശുദ്ധാത്മാവേ മാറ്റണമേ. ഒരുമിച്ച് ദൈവത്തിനു ആരാധന. പരിശുദ്ധാത്മാവേ പരം നിറങ്ങേണമേ. ഓ ഗ്ലോറി, ഹല്ലേലൂയ. അഭിഷേകം ചെയ്തേ, ശക്തിയാ നിറയ്ക്കണേ. എത്ര പേര് ഈ ശക്തിക്കായി ആഗ്രഹിക്കുന്നു? Power of the Holy Spirit, power of the Holy Spirit. കർത്താവേ, ഞങ്ങൾക്ക് നൽകണമേ, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് നൽകണമേ. അഭിഷേകം ചെയ്തേ, ശക്തിയാ നിറയ്ക്കണേ, ശക്തിയാ നിറയ്ക്കണേ. പരിശുദ്ധ അമ്മേ, വചനത്തിൻ്റെ അമ്മേ, ഞങ്ങളെല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ജീവിക്കുവാൻ, കർത്താവിന് യോഗ്യമാം വിധം ജീവിതം നയിക്കുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങളും ഞങ്ങൾ സ്വീകരിക്കുവാൻ സർവ്വേശ്വര പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ സമയം കർത്താവിൻ്റെ ആത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ്. നമുക്കിന്ന് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. ഇന്ന് കർത്താവിൻ്റെ സഭയ്ക്ക് എന്താണ് ആവശ്യം? ആത്മാവിൻ്റെ പ്രവർത്തനമാണ്. ആദിമസഭയിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം വളരെ ശക്തമായിരുന്നു. ഹൈ വോൾട്ടേജിന്റെ സഭയായിരുന്നു ആദിമസഭ. ദൈവത്തിന്റെ തീയായി പരിശുദ്ധാത്മാവ് സഭ മുഴുവനിലും കത്തിപ്പടർന്നു. ദൈവത്തിന്റെ കാറ്റായി പരിശുദ്ധാത്മാവ് ആദിമസഭയിൽ ആഞ്ഞു വീശി ആയിരങ്ങൾ മാനസാന്തരത്തിലോട്ട് വന്നു. അനേകം അത്ഭുതങ്ങൾ, അടയാളങ്ങളിലൂടെ കർത്താവ് തൻ്റെ വചനങ്ങളെ സ്ഥിരീകരിച്ചു. സഭ അതിവേഗം വളർന്നു. ആദിമസഭയുടെ ചരിത്രം നമ്മൾ എന്താ പഠിപ്പിക്കുന്നത്? പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ പ്രവർത്തനമാണ്. ഇന്ന് ഈ വിധം സഭ ഒരുപാട് പ്രതിസന്ധികൾ കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണിത്. ക്രൈസ്തവ വിശ്വാസത്തിനെതിരെ ഒരുപാട് വെല്ലുവിളികൾ ഈ നാളുകളിലുണ്ട്. എന്നാൽ ഇതിനെല്ലാമുള്ള ഉത്തരം പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ പ്രവർത്തനമാണ്. പരിശുദ്ധാത്മ ശക്തിയോടെ പരിവർത്തിക്കുമ്പോൾ ആ ശക്തിയുടെ മുന്നിൽ നിൽക്കുവാൻ ഒരു തിന്മയ്ക്കും ഒരു അന്ധകാര വ്യാപാരത്തിനും സാധിക്കുകയില്ല. കാരണം പരിശുദ്ധാത്മ ശക്തി അത് ഉന്നതത്തിലെ ശക്തിയാണ്. ഈ ആത്മാവിൻ്റെ പ്രവർത്തനത്തിനു വേണ്ടി നമ്മളെല്ലാവരും ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു വേണം കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിലായിരിക്കുക. നമ്മുടെ കുടുംബങ്ങളിൽ പരിശുദ്ധാത്മ ശക്തിയോടെ പ്രവർത്തിക്കട്ടെ. സ്നേഹം തണുത്തുറഞ്ഞു പോയി, പരസ്പരം പങ്കുവെക്കലില്ല, പലരും ഒറ്റത്തുരുത്തുകളായിട്ട് മാറുന്നു. കുടുംബത്തിൽ ഒരു സന്തോഷത്തിൻ്റെ, ആനന്ദത്തിൻ്റെ, കൃപയുടെ ഒരു നിറവുണ്ടാകുന്നില്ല. എത്ര കുടുംബങ്ങളാണ് ഇന്ന് വളരെ നിരാശയിലും ദുഃഖത്തിലും നൊമ്പരത്തിലും പരസ്പരം പിറുപിറുപ്പിലുമായി തകർന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെയെല്ലാം പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. നമ്മുടെ കുഞ്ഞുങ്ങളിൽ പരിശുദ്ധാത്മ അനുഭവം ഉണ്ടാകണം. നമ്മുടെ മാതാപിതാക്കള്, നമ്മുടെ സഹോദരി സഹോദരങ്ങളിലെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ തീ പടരുവാൻ
നമ്മളെല്ലാവരും ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു വേണം ദൈവസന്നിധിയിലായിരിക്കാൻ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 14-ാം വചനത്തിലാണ് നമുക്ക് ഇപ്രകാരം കാണാൻ കഴിയുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ നവമായ ശക്തി അപ്പോസ്തലനായ പത്രോസ് മറ്റു 11 പേരോടൊപ്പം എഴുന്നേറ്റ് നിന്ന് കർത്താവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുകയാണ്. യഹൂദ ജനങ്ങളെ, ജെറുസലേമിൽ വസിക്കുന്നവരെ, ഇത് മനസ്സിലാക്കുവിൻ, എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുവിൻ. വളരെ ധീരതയോടെ കർത്താവിൻ്റെ നിർമ്മലമായ സുവിശേഷം അവിടെ കൂടി വന്ന ജനത്തെ പത്രോസ്ലീഹ അറിയിക്കുകയാണ്. പത്രോസ്ലീഹ പരിശുദ്ധാത്മ ശക്തിയിലാണ് സുവിശേഷം പ്രഘോഷിച്ചത്. ആത്മാവിൻ്റെ നിറവിൽ എവിടെയെല്ലാം സുവിശേഷം പ്രഘോഷിക്കപ്പെടുന്നു അവിടെയെല്ലാം വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. അവിടെ അത്ഭുതങ്ങൾ ഉണ്ടാകും, ഡെലിവറൻസുകൾ ഉണ്ടാകും, ഹീലിങ്സ് ഉണ്ടാകും. ജനം കൂട്ടം കൂട്ടമായി മാനസാന്തരത്തിലോട്ട് കടന്നു വരും. പത്രോസിന്റെ പ്രസംഗത്തിലൂടെ ഇത് തന്നെയാണ് പരിശുദ്ധാത്മാവ് ചെയ്തത്. അതിന്റെ റിസൾട്ട് എന്തായിരുന്നു? അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 37-ാമത്തെ തിരുവചനമാണ്. ഈ പ്രസംഗം കേട്ടപ്പോൾ അവർ ഹൃദയം നുറുങ്ങി പത്രോസിനോടും മറ്റ് അപ്പോസ്തലന്മാരോടും ചോദിച്ചു, സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇത് വളരെ പ്രാധാന്യതയുള്ള ഒരു ചോദ്യമാണ്. വാട്ട് ഷാൽ വി ഡു? ഞങ്ങൾ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മ നിറവിൽ അപ്പോസ്തലനായ പത്രോസ് കർത്താവിന്റെ സുവിശേഷം അറിയിച്ചപ്പോൾ കേട്ടുകൊണ്ടിരുന്നവരുടെ മേൽ ആത്മാവിന്റെ അധിവാസമുണ്ടായി. ദൈവത്തിന്റെ വചനം അവരുടെ ഹൃദയങ്ങളെ നുറുക്കുകയാണ്. വലിയൊരു മാനസാന്തര അനുഭവം ഉണ്ടാവുകയാണ്. പരിശുദ്ധാത്മാവ് അവരുടെ ജീവിതങ്ങളെ യേശുക്രിസ്തുവിനായി രൂപാന്തരപ്പെടുത്തുകയാണ്. ഹൃദയവേദനയോടെ അവർ പത്രോസിന്റെ അടിയിൽ വന്ന് ചോദിച്ചു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഈ ചോദ്യത്തിന് മറുപടിയായി എന്താണ് പത്രോസ്ലീഹ പറഞ്ഞത്? 2-ാം അധ്യായം 38-ാമത്തെ വചനമാണ്. ആ വചനത്തിന്റെ ആരംഭം ശ്രദ്ധിക്കുക. പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, നിങ്ങൾ മാനസാന്തരപ്പെടുവിൻ, പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ, പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. അവരുടെ ചോദ്യത്തിന് മറുപടിയായി എന്താണ് പത്രോസ്ലീഹ പറഞ്ഞത്? നിങ്ങൾ മാനസാന്തരപ്പെടുവിൻ. പരിശുദ്ധാത്മ പ്രവർത്തിക്കുമ്പോൾ സംഭവിക്കുന്ന ഏറ്റവും പ്രകടമായ പ്രവർത്തനം ഇതാണ്, മാനസാന്തരമാണ്. കർത്താവ് ഇത് തന്നെ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മ ഒരു വ്യക്തിയെ യേശുക്രിസ്തുവിനായി രൂപാന്തരപ്പെടുത്തുന്നതാണ് യഥാർത്ഥത്തിലുള്ള മാനസാന്തരം. ഈ അടിസ്ഥാന മാനസാന്തരത്തിലേക്കാണ് കർത്താവായ യേശു നമ്മെ ഓരോരുത്തരും വിളിക്കുന്നത്. കാരണം മാനസാന്തരപ്പെടാത്ത ഒരു വ്യക്തിക്കും സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധ്യമല്ല. മാനസാന്തരപ്പെടാത്ത ഒരു വ്യക്തിക്കും നിത്യതയിൽ കർത്താവിനോട് കൂടെ അവിടുത്തെ മഹത്വത്തിലായിരിക്കുവാൻ സാധ്യമല്ല. വ്യക്തമായി ദൈവത്തിന്റെ വചനം നമ്മെ അറിയിക്കുകയാണ്. ആത്മീയ ശുശ്രൂഷകളുടെ എല്ലാം ലക്ഷ്യം എന്താ പ്രിയപ്പെട്ടവരെ? ദൈവജനത്തെ യഥാർത്ഥ മാനസാന്തരത്തിലേക്ക് നയിക്കുക. കർത്താവ് പലപ്പോഴും വ്യക്തിപരമായി എന്നോട് പറഞ്ഞൊരു കാര്യം ഇതാണ്, എൻ്റെ ജനത്തെ മാനസാന്തരത്തിലേക്ക് നയിക്കുക. ഷക്കേന ടെലിവിഷനിലെ ആത്മീയ ശുശ്രൂഷകൾ ലക്ഷ്യം ഇത് തന്നെയാണ്. വചന ശുശ്രൂഷകളിൽ ലൈവായിട്ടുള്ള ബൈബിൾ കൺവെൻഷനുകൾ, ഇതിലൂടെ എല്ലാം എന്താണ് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്? നമ്മുടെ മാനസാന്തരമാണ്. നമ്മുടെ ജീവിതങ്ങൾ രൂപാന്തരപ്പെടണം. കർത്താവിന് യോഗ്യമാം വിധം ജീവിക്കുന്നവരായി നമ്മളെല്ലാം മാറ്റപ്പെടണം. സ്വർഗം ആഗ്രഹിക്കുന്ന വിശ്വാസ ജീവിതത്തിലേക്ക് നമ്മളെല്ലാം കടന്നു വരുവാൻ കർത്താവ് അതിയായി ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഇവർക്ക് മാനസാന്തര അനുഭവം ഉണ്ടായി. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 17:30 ഇതേ കാര്യമാണ് നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. അജ്ഞതയുടെ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുത്തില്ല. എന്നാൽ ഇപ്പോൾ എല്ലായിടത്തുമുള്ള സകല ജനങ്ങളും പശ്ചാത്താപിക്കണമെന്ന് അവിടുന്ന് ആജ്ഞാപിക്കുന്നു. ലോകത്തിലുള്ള സകല മനുഷ്യരും എല്ലാ ഗോത്രത്തിലും എല്ലാ ഭാഷയിലും
എല്ലാ ജനതകളിലും എല്ലാ രാജ്യങ്ങളിലുള്ള സകല മനുഷ്യരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഇതാണ് കർത്താവിന്റെ ആഗ്രഹം. നമ്മെക്കുറിച്ചുള്ള കർത്താവിന്റെ തിരിഹിതം ഇതാണ്: അടിസ്ഥാന മാനസാന്തരം. ഒരു വ്യക്തി പരിശുദ്ധാത്മാവിൽ നിറയുമ്പോൾ, ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മ പ്രവർത്തിക്കാൻ ആരംഭിക്കുമ്പോൾ, ഒരു വ്യക്തിയിലേക്ക് പരിശുദ്ധാത്മാവിന്റെ തീ വരുമ്പോൾ, ആ വ്യക്തിയുടെ ജീവിതം ക്രിസ്തുവിനായി രൂപാന്തരപ്പെടുകയാണ്. ഇതാണ് പ്രിയപ്പെട്ടവരെ മാനസാന്തരം എന്ന് പറയുന്നത്. ഇപ്രകാരം യഥാർത്ഥ മാനസാന്തരം സംഭവിച്ച ഒരു വ്യക്തിയുടെ ജീവിതം പരിശുദ്ധാത്മാവ് നമുക്ക് കാണിച്ചു തരികയാണ്. സഭയുടെ ആദ്യത്തെ രക്തസാക്ഷിയായ എസ്തഫാനോസ് ആണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ദൈവ മനുഷ്യനാണ് എസ്തഫാനോസ്. പരിശുദ്ധാത്മാവിന്റെ തീയായിരുന്ന എസ്തഫാനോസ് ഇന്ന് തിരുസഭയ്ക്ക് ആവശ്യം ഇതുപോലെയുള്ള എസ്തഫാനോസുമാരെയാണ്. സത്യവിശ്വാസത്തിനു വേണ്ടി എന്തും സഹിക്കുവാൻ, എത്ര വലിയ നഷ്ടങ്ങളാണെങ്കിലും വിശ്വാസത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി, വിശ്വാസം വർദ്ധിക്കുവാൻ വേണ്ടി അത് കൃപയായി സ്വീകരിക്കുവാൻ ആത്മശക്തിയുള്ള എസ്തഫാനോസുമാരെയാണ് തിരുസഭയ്ക്കും നമ്മുടെ കുടുംബങ്ങൾക്കും കൂട്ടായ്മകൾക്കെല്ലാം ഇന്ന് ആവശ്യമായിരിക്കുന്നത്. സത്യവിശ്വാസത്തെ തകർക്കുവാൻ ഇന്ന് പിശാചൊരുക്കുന്ന പല വിധത്തിലുള്ള ചതിക്കുഴികൾ നമ്മൾ കാണുന്നുണ്ട്. മീഡിയയിലൂടെയൊക്കെ നമ്മൾ ഇന്ന് എന്താ കാണുന്നത്? ക്രൈസ്തവ വിശ്വാസത്തെ അവഹേളിക്കുന്ന വിധത്തിൽ, അതിനെ ഇല്ലാതാക്കുന്ന വിധത്തിലുള്ള പലവിധ സംഘടിതമായ പരിശ്രമങ്ങൾ, നീക്കങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ നാളുകളിൽ സത്യവിശ്വാസത്തിന്റെ അടിത്തറയിൽ ദൈവജനത്തെ ഒന്നിപ്പിച്ച് നിർത്തുവാൻ പ്രിയപ്പെട്ടവരെ ഈ നാളുകളിൽ എസ്തഫാനോസുമാരുണ്ടായേ മതിയാകും. വിശ്വാസത്തിന് വേണ്ടി എന്ത് വില കൊടുക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ ജീവനേക്കാൾ നമുക്ക് വിലപ്പെട്ടതാണ് നമ്മുടെ വിശ്വാസം. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തല പ്രവർത്തനങ്ങൾ 6:3 ആദ്യം നമുക്ക് കാണാൻ പറ്റും. ഡീക്കന്മാരെ സഭയിൽ തെരഞ്ഞെടുക്കുകയാണ്. അതിനാൽ സഹോദരരെ, സുസമ്മതരും ആത്മാവും ജ്ഞാനവും കൊണ്ട് നിറഞ്ഞവരുമായ 7 പേരെ നിങ്ങളിൽ നിന്ന് കണ്ടുപിടിക്കുവിൻ, ഞങ്ങൾ അവരെ ഈ ചുമതല ഏൽപ്പിക്കാം. 7 പേരെ കണ്ടുപിടിക്കാൻ പറയാണ്. എന്താണ് അവരുടെ പ്രത്യേകത? അവരുടെ ക്വാളിഫിക്കേഷൻ എന്താണ്? അപ്പോസ്തല പ്രവർത്തനങ്ങൾ 6-ാം അധ്യായം 5-ാമത്തെ തിരുവചനമാണ്. നമുക്ക് വചനം ശ്രദ്ധിക്കാം. അവർ പറഞ്ഞത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അവർ വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ എസ്തഫാനോസ് വ്യക്തമായി ദൈവത്തിന്റെ വചനം വെളിപ്പെടുത്തുകയാണ്. അവർ വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ എസ്തഫാനോസ്. അപ്പൊ എന്തായിരുന്നു എസ്തഫാനോസിന്റെ പ്രത്യേകത? വിശ്വാസത്തിന്റെ തീബന്ധമായിരുന്നു. ഒപ്പം പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ അടയാളമായിരുന്ന എസ്തഫാനോസ്. ഈ എസ്തഫാനോസിലൂടെ വലിയ കാര്യങ്ങൾ സഭാമധ്യ പരിശുദ്ധാത്മാവ് ചെയ്യുകയാണ്. 6-ാം അധ്യായം 8-ാം വചനത്തിൽ നമുക്കത് കാണാം. എസ്തഫാനോസ് കൃപാവരവും ശക്തിയും കൊണ്ട് നിറഞ്ഞ് പല അത്ഭുതങ്ങളും വലിയ അടയാളങ്ങളും ജനമധ്യത്തിൽ പ്രവർത്തിച്ചു. പരിശുദ്ധാത്മാവിന്റെ അത്ഭുതകരമായ ശക്തി എസ്തഫാനോസിൽ ഉണ്ടായിരുന്നു. ആത്മാവ് കൊടുത്ത കൃപാവരങ്ങളാലെ ജനത്തിന്റെ മധ്യേ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും എസ്തഫാനോസിന്റെ കരങ്ങൾ വഴി പരിശുദ്ധാത്മ പ്രവർത്തിക്കുകയാണ്. ഇതുപോലെയുള്ള ആത്മാവിന്റെ പ്രവർത്തനമാണ് ഈ കാലഘട്ടത്തിലെ സഭയ്ക്കും ആവശ്യം. നമ്മുടെ കുടുംബങ്ങളിൽ, കൂട്ടായ്മകളിൽ, സഭാ സമൂഹങ്ങളിലെല്ലാം ഈ വിധം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുവാൻ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, മുട്ടുമടക്കി ചങ്ക് പൊട്ടി കൈവിരിച്ച് നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കണം. ദൈവം തീ അയക്കും. നമ്മുടെ പ്രാർത്ഥനകൾക്ക് കർത്താവ് മറുപടി നൽകും. എസ്തഫാനോസിനെ ദൈവം അഭിഷേകം ചെയ്യുകയാണ്. പിന്നീട് നമുക്ക് കാണാൻ പറ്റും, അപ്പോസ്തല പ്രവർത്തനങ്ങൾ 7-ാം അധ്യായത്തിലോട്ട് വരണം. പരിശുദ്ധാത്മാവ് രൂപാന്തരപ്പെടുത്തിയ ഒരു വ്യക്തിയുടെ
സവിശേഷതകൾ എന്താണ്? ഇതാണ് നമ്മൾ ഇന്ന് വചനത്തിലൂടെ കാണാൻ പോകുന്നത്. അടിസ്ഥാന മാനസാന്തരം സംഭവിച്ച ഒരു ദൈവ പൈതലിന്റെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് എസ്തഫാനോസിന്റെ ജീവിതത്തിലൂടെ ദൈവത്തിന്റെ അരൂപി നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 7-ാം അധ്യായം 54-ാമത്തെ തിരുവചനം. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് എസ്തഫാനോസ് കർത്താവിന്റെ സുവിശേഷം പ്രഘോഷിക്കുക. ഈ സുവിശേഷ പ്രസംഗം കേട്ടവർക്ക് എന്താ സംഭവിച്ചത്? 54-ൽ ദൈവത്തിന്റെ വചനം പറയാണ്, അവർ കോപാക്രാന്തരായി പല്ലുകടിച്ചു. അവർ ഇത് കേട്ടപ്പോൾ കോപാക്രാന്തരായി പല്ലുകടിച്ചു. 100 കണക്കിന് മനുഷ്യരെ നിങ്ങളതൊന്ന് ഭാവന കണ്ടു നോക്കിയേ. എസ്തഫാനോസ് നേരെ പാഞ്ഞെടുക്കുകയാണ്. അവരെ ചീത്ത വിളിച്ച് തെറി വിളിച്ച് പച്ച തെറിയാണ് ഈ പറയുന്നത്. കോപാക്രാന്തരായി പല്ലുകടിച്ച് എസ്തഫാനോസ് നേരെ പാഞ്ഞെടുത്തപ്പോൾ, പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണം, പരിശുദ്ധാത്മാവിനാൽ രൂപാന്തരീകരണമുണ്ടായ, അടിസ്ഥാന മാനസാന്തരം സംഭവിച്ച ഒരു ദൈവ പൈതൽ എപ്രകാരമായിരിക്കുമെന്ന് തിരുവെഴുത്ത് പഠിപ്പിക്കുക. എല്ലാവരും ശ്രദ്ധിക്കണം ആ വചനം. ഈ കൃപയാണ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഏറ്റെടുക്കേണ്ടത്. ഈ അഭിഷേകത്തിലാണ് ഈ കാലഘട്ടത്തിലെ സഭാമക്കൾ വളരേണ്ടത്. ഈ അഭിഷേകത്തിന്റെ ശക്തിയാണ് എൻ്റെ സഹോദരി സഹോദരങ്ങളെ ഞാനും നിങ്ങളും സ്വന്തമാക്കേണ്ടത്. എസ്തഫാനോസിന്റെ ജീവിതത്തിലൂടെ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് എന്താണ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്? 55-ാമത്തെ വചനം 1-ാമത്തെ കാര്യം അതാണ്. അവർ കോപിച്ച് പല്ലുകടിച്ച് പാഞ്ഞെടുത്തപ്പോൾ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ഹല്ലേലൂയ! എത്ര പേർക്ക് ഇത് മനസ്സിലാക്കുന്നുണ്ട്? എസ്തഫാനോസ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. പ്രതിസന്ധികള്, പ്രതികൂലങ്ങള്, കഠിനമായ ഞെരുക്കങ്ങള്, പലവിധത്തിലുള്ള അപവാദങ്ങള്, അവഗണനകള്, ഉറ്റവരുടയവര് മാറ്റി നിർത്തുന്ന അനുഭവങ്ങള്, പലരും നമ്മളെ വിട്ടുപിരിഞ്ഞു പോകുന്ന അവസ്ഥകള്, നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുന്ന നിമിഷങ്ങള്, ഇങ്ങനെ 4 വശങ്ങളിൽ നിന്നും നമ്മൾ ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധം ഞെരുക്കപ്പെടുമ്പോൾ, കഠിനമായി നമ്മൾ പരിശോധിക്കപ്പെടുമ്പോൾ, അതിന്റെ നടുവിൽ പരിശുദ്ധാത്മ സാന്നിധ്യം അനുഭവിക്കാൻ, പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ആനന്ദിക്കാൻ, പരിശുദ്ധാത്മാവിന്റെ അനുഭവത്തിൽ ആ പ്രതിസന്ധികളെ കൈകാര്യം ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മൾ അടിസ്ഥാന മാനസാന്തരം സംഭവിച്ചവരാ. നമ്മളിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമുണ്ട്. പരിശുദ്ധാത്മാവാണ് നമ്മെ നയിക്കുന്നത് എന്നതിന് അടയാളമാണ് പ്രതിസന്ധികളുടെ, പ്രതികൂലങ്ങളുടെ, വേദനകളുടെ, കഠിനമായ ഞെരുക്കങ്ങളുടെ, അപവാദങ്ങളുടെ, തെറ്റിദ്ധാരണകളുടെ നടുവിൽ ആത്മനിറവുള്ളവരായി നമ്മൾ മാറുന്നത്. ഇത് പ്രസംഗിക്കാൻ വളരെ എളുപ്പാട്ടോ. പ്രസംഗിക്കാൻ എന്ത് എളുപ്പം ഈ വിഷയം. ജീവിതത്തിൽ ഇതുപോലുള്ള പ്രതിസന്ധികൾ നമ്മൾ നേരിടുമ്പോൾ പരിശുദ്ധാത്മാവിൽ നിറയാന്ന് പറയുന്നത് അത്ര ഈസി അല്ല പ്രിയപ്പെട്ടവരെ. പരിശുദ്ധാത്മ അനുഭവം അത് അനുഭവിക്കെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ അതാണ് യഥാർത്ഥത്തിലുള്ള ആത്മീയത എന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രതികൂലി നമ്മുടെ കർത്താവിന്റെ ജീവിതത്തിലോട്ട് വന്ന്, അപ്പോസ്തലന്മാരുടെ ജീവിതത്തിലോട്ടൊക്കെ വന്ന്, സഭയിലെ അനേകം വിശുദ്ധരുടെ ജീവിതത്തിലേക്ക് നോക്ക്. അവരെല്ലാം പ്രതികൂലങ്ങളിൽ ആത്മനിറവുള്ളവരായിട്ട് മാറി. അവരുടെ ജീവിതം കഠിനമായി ഞെരുക്കപ്പെട്ടപ്പോൾ അവർ ആത്മാവിന്റെ ആനന്ദമുള്ളവരായിട്ട് മാറി. അതാണ് യഥാർത്ഥത്തിലുള്ള പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം. അടിസ്ഥാന മാനസാന്തരത്തിന്റെ ഫലം ഇതാണ്. ഇവിടെ എന്താ ഉണ്ടായത്? അപ്പോസ്തലപ്രവൃത്തി 4:8 നമ്മൾ കാണുന്നുണ്ട്. വലിയ പ്രതിസന്ധിയുടെ നടുവിൽ പത്രോസ് നിൽക്കുകയാണ്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പത്രോസ് അവരോട് സംസാരിക്കുകയാണ്. കണ്ടോ? അപ്പൊ പ്രതിസന്ധിയുടെ സമയത്ത് ആത്മാവിന് നിറവുണ്ടാവുക, കൂടെയുള്ള പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അനുഭവിക്കണം. പ്രിയപ്പെട്ടവരെ, ഇത് തിരിച്ചറിയുക. വീണ്ടും വചനത്തിൽ കാണാൻ പറ്റും. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4:31 യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സംസാരിക്കരുത്, യേശുവിന്റെ നാമത്തിൽ പഠിപ്പിക്കരുത്, യേശുവിന്റെ നാമത്തിൽ പ്രസംഗിക്കരുതെന്ന്
ഒരു നിയമം ഉണ്ടാവുകയാണ്. അങ്ങനെ പഠിപ്പിച്ചാൽ പ്രസംഗിച്ചാൽ നശിപ്പിക്കുമെന്ന് ഭീഷണി മുഴക്കുകയാണ്. ഈ ഭീഷണിയുടെ നടുവിൽ ആദിമസഭ എന്താ ചെയ്തത്? ഈ പ്രതിസന്ധിയുടെ, ഈ പ്രതികൂലത്തിന് നടുവിൽ സഭ ഒരുമിച്ച് സമ്മേളിച്ച് കർത്താവിനോട് അങ്ങ് ചങ്ക് പൊട്ടി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് തന്റെ ആത്മാവിനെ പ്രദാനം ചെയ്തു. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു, അഭിഷേകം വെളിപ്പെട്ടു. വചനം പറയുകയാണ്, അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. അവർ സമ്മേളിച്ച സ്ഥലം കുലുങ്ങി. സ്ഥലം കുലുങ്ങാനല്ല അവർ പ്രാർത്ഥിച്ചത്, അവർ ധൈര്യത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. കർത്താവ് തന്റെ സാന്നിധ്യം പകർന്നുകൊണ്ട് പറഞ്ഞു, ഈ പ്രതിസന്ധിയിൽ, ഈ പ്രതികൂലത്തിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഞാൻ കൂടെയുണ്ട്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, പ്രതിസന്ധികളിൽ പരിശുദ്ധാത്മ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയണം നമുക്ക്. നമ്മൾ ഞെരുക്കപ്പെടുമ്പോൾ, തെറ്റിദ്ധരിക്കപ്പെടുമ്പോൾ, കഠിനമായ സഹനങ്ങളിലൂടെ, നഷ്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോൾ പരിശുദ്ധാത്മ നിറവിൽ നമ്മുടെ ജീവിതങ്ങൾ പൂരിതമാകണം. ഇതാണ് ഒരു യഥാർത്ഥ ദൈവ പൈതൽ. എസ്തഫാനോസ് അപ്രകാരമുള്ളൊരു വ്യക്തിയായിരുന്നു. അവൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. ഹല്ലേലൂയ. നമ്മൾ എത്ര പേര് ഈ അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്? പല്ലുകടിക്കും, ചീത്ത വിളിക്കും, തെറി വിളിക്കുന്നും എസ്തഫാനോസിലുണ്ടായിരുന്ന അഭിഷേകത്തെ ചോർത്തിക്കളയുവാനോ അതിനെ മങ്ങലേൽപ്പിക്കുവാനോ സാധിച്ചില്ല പ്രിയപ്പെട്ട. അപ്പൊ എന്തുമാത്രം സ്ട്രോങ് ആയിരുന്നു എസ്തഫാനോസ്. എസ്തഫാനോസിന് മേലുണ്ടായിരുന്ന ആത്മശക്തി എത്ര വലുതായിരുന്നു. ഇന്ന് രാത്രിയിൽ ഞാനും നിങ്ങളും ഈ ആത്മശക്തിയാണ് പ്രാപിക്കേണ്ടത്. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. രണ്ടാമത് എന്താ ഉണ്ടായത്? അപ്പോസ്തലപ്രവർത്തനം 7:55 വചനം പറയുകയാണ്, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി. എല്ലാവരും ശ്രദ്ധിച്ച്, സ്വർഗത്തിലേക്ക് നോക്കി. അടിസ്ഥാന മാനസാന്തരം സംഭവിച്ച ഒരു ദൈവ പൈതൽ ലോകം കണ്ട് ജീവിക്കുന്നവനല്ല, സ്വർഗം കണ്ട് ജീവിക്കുന്നവനാണ്. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും സ്വർഗോന്മുഖമായി ജീവിക്കാൻ നമുക്ക് കഴിയണം. നമ്മൾ പ്രകാരം പാടുന്നില്ലേ, എൻ്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ, അക്കരയാണൻ ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കിയ ഭവനമുണ്ട്. എവിടെയാ നമ്മുടെ ഭവനം? അക്കരയാണൻ ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കിയ ഭവനമുണ്ട്. സ്വർഗോന്മുഖമായി ജീവിക്കാൻ, നിത്യജീവന്റെ പ്രത്യാശയിൽ വളരാൻ നമുക്ക് സാധിക്കണം പ്രിയപ്പെട്ടവരെ. പക്ഷെ പൗലോസ് സഭയെ പഠിപ്പിക്കുന്നുണ്ട്. കൊളോസ്യർക്കാർക്ക് ഇത് ലേഖനം 3-ാം അധ്യായം 2-ാമത്തെ വചനമാണ്. എന്താണ് പൗലോസ് പറയുന്നത്? ഭൂമിയിലുള്ള വസ്തുക്കളിലല്ല, പ്രത്യുത ഉന്നതത്തിലുള്ളവയിൽ ശ്രദ്ധിക്കുവിൻ. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് ജോലിയുണ്ട്, ബിസിനസ് ഉണ്ട്, കുടുംബമുണ്ടാകാം, സമൂഹമുണ്ടാകാം, ലോകത്തിൽ പലവിധ സ്വാധീനങ്ങൾ, സാധ്യതകളൊക്കെ നമുക്കുണ്ടാകാം. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും ഇതിലൊന്നുമല്ല നമ്മൾ, ഈ കാര്യങ്ങളിലെല്ലാം നമ്മൾ ശ്രദ്ധ പതിക്കേണ്ടത്. ഇതൊക്കെ ദൈവം നമുക്ക് തരുന്ന നന്മകളാണ്. എന്നാൽ ഇതിനപ്പുറം സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തുവാൻ, നിത്യജീവനിൽ നമ്മുടെ ദൃഷ്ടി പതിപ്പിക്കുവാൻ നമുക്ക് സാധ്യമാകണം. വീണ്ടും വചനത്തിൽ കാണുന്നുണ്ട്, അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പി സഭയ്ക്ക് ലേഖനം 3-ാം അധ്യായം 20-ാമത്തെ വചനം. അവിടെ എന്താ പൗലോസ് പറയുന്നത്? ഭൗമികമായത് മാത്രം അവിടെ ചിന്തിക്കുന്നു, എന്നാൽ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. നമ്മുടെ യഥാർത്ഥ പൗരത്വം എവിടെയാ? സ്വർഗത്തിലാണ്. വിശുദ്ധരാക്കിയത് ഈ സ്വർഗോന്മുഖമായ ജീവിതമാണ്. സ്വർഗത്തെക്കുറിച്ചുള്ള അവിടെ പ്രത്യാശയാണ്. പക്ഷെ കൊച്ചുത്രേസ്യയുടെ ജീവിതത്തിൽ
അവൾക്ക് 4-5 വയസ്സുള്ള സമയത്ത് അവളുടെ അപ്പൻ ആകാശത്തിലേക്ക് നോക്കിയിട്ട് പറയും, തെരേസ് മോളെ, ഇതാ നിന്റെ പേരിന്റെ ആദ്യ അക്ഷരം. നക്ഷത്രങ്ങളെ കാണിച്ചുകൊണ്ടാണ് പറയുന്നത്. ടി എന്ന ആദ്യ അക്ഷരം ഈശോ കുറിച്ചിരിക്കുകയാണ്. ഈശോ മോളുടെ പേര് അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. കുഞ്ഞുനാളിൽ തന്നെ സ്വർഗത്തെക്കുറിച്ചുള്ള ചിന്തകള്, സ്വർഗത്തെക്കുറിച്ചുള്ള ദർശനങ്ങള്, സ്വർഗത്തെക്കുറിച്ചുള്ള ആശയങ്ങള് കൊച്ചു ത്രേസ്യായ്ക്ക് അവളുടെ മാതാപിതാക്കൾ നൽകി. സഭയ്ക്ക് വലിയൊരു വിശുദ്ധയെ ലഭിക്കുകയാണ്. ഇത് കൊച്ചു ത്രേസ്യയുടെ ജീവിതത്തിൽ മാത്രമല്ല, പക്ഷെ മരിയ ഗോരത്തി എന്നുവേണ്ട അനേകം വിശുദ്ധരെ നമ്മളെടുത്ത് പഠിക്കുമ്പോൾ അവരെല്ലാം സ്വർഗം കണ്ട് ജീവിച്ചവരായിരുന്നു, സ്വർഗോന്മുഖരായി ജീവിച്ചവരായിരുന്നു. യഥാർത്ഥ മാനസാന്തരം സംഭവിച്ച ഒരു ദൈവ പൈതൽ ഈ ഉള്ളവളായിരിക്കുമെന്ന് പരിശുദ്ധാത്മാവ് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് എന്തുമാത്രം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ സ്വർഗോന്മുഖമായി ജീവിക്കാൻ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഓടി ഒളിക്കാനല്ല നമ്മോട് ഇത് ആവശ്യപ്പെടുന്നത്. മറിച്ച് ഈ ലോകത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മുടെ സമയവും നമ്മുടെ ആരോഗ്യവും നമ്മുടെ എഫർട്ടും എല്ലാം നഷ്ടപ്പെടുത്തി നമ്മുടെ നിത്യതയെ കുറിച്ചുള്ള ഒരു പ്രത്യാശ പോലും ഇല്ലാതെ നമ്മുടെ ജീവിതം തീർന്നു പോകരുതെന്ന് കർത്താവിന് നിർബന്ധമുണ്ട്. നിത്യത കണ്ട് ജീവിക്കണം. സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ മാനസാന്തരം സംഭവിച്ചേ മതിയാകും. രൂപാന്തരപ്പെടാത്ത ഒരു വ്യക്തിക്കും സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല. ഒരു സംശയം നമുക്ക് വേണ്ട. വെളിപാടിന്റെ പുസ്തകം 21:27 വ്യക്തമായി തിരുവെഴുത്ത് പറയുകയാണ്, എന്നാൽ കുഞ്ഞാടിന്റെ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടവർ മാത്രമേ അതിൽ പ്രവേശിക്കൂ. അശുദ്ധമായതും മ്ലേച്ഛതയും കൗടില്യം പ്രവർത്തിക്കുന്ന ആരും അതിൽ പ്രവേശിക്കുകയില്ല. അശുദ്ധമായതൊന്നും സ്വർഗത്തിൽ കയറുകയില്ല. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥ മാനസാന്തരം സ്വർഗോന്മുഖമായി ജീവിക്കുവാൻ നമ്മെ പ്രാപ്തമാക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ ദർശനം കൊടുക്കുക. നമ്മുടെ കുഞ്ഞുങ്ങളെ നിത്യതയുടെ ദർശനത്തിലാണ് വളർത്തിക്കൊണ്ടുവരേണ്ടത്. വളരെ കോമ്പറ്റീറ്റീവായൊരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നീ എങ്ങനെയെങ്കിലും ജീവിക്ക്, ഇവിടെ പ്രശസ്തി ഉണ്ടാക്ക്, 4 കാശുണ്ടാക്ക്, ഇവിടെ സെറ്റപ്പുകൾ ഉണ്ടാക്ക്, അതിനുവേണ്ടി നീ എന്ത് ചെയ്താലും എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. അവിടെ സുവിശേഷ മൂല്യങ്ങളോ കർത്താവിൻ്റെ വചനത്തിനൊന്നും വലിയ പ്രസക്തിയില്ല എന്ന് ചിന്തിക്കുന്ന, വളരെ സെക്യുലറായി ചിന്തിക്കുന്ന അനേകം മാതാപിതാക്കൾ ഈ കാലഘട്ടത്തിലുണ്ട്. എൻ്റെ മാതാപിതാക്കളെ മറന്നു പോകരുത്. കർത്താവിൻ്റെ വചനം, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അവന്റെ ആത്മാവ് നശിച്ചു പോയാൽ എന്ത് പ്രയോജനം? കർത്താവിൻ്റെ വാക്കുകളുടെ ആ ഷാർപ്പ്നെസ്, മൂർച്ച നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്. എന്തെല്ലാം നേടിയാലും നമ്മുടെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം? ഈ സത്യം മനസ്സിലാക്കി നമ്മുടെ കുഞ്ഞുങ്ങള്, നമ്മുടെ ടീനേജേഴ്സ്, നമ്മുടെ യുവജനങ്ങള്, നമ്മുടെ ദമ്പതിമാര്, നമ്മുടെ സമർപ്പിതരെല്ലാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും നിത്യത കണ്ട് ജീവിക്കണം. നിത്യജീവന്റെ പ്രത്യാശയിൽ വളരണം. അതിനാണ് ഈ ദൂത് കർത്താവ് നമ്മൾ അറിയിക്കുന്നത്. മൂന്നാമത് എന്താണ് എസഫാനോസിലൂടെ സംഭവിച്ചത്? 7-ാം അധ്യായം 55-ാമത്തെ വചനം തന്നെയാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങള് സ്വർഗത്തിലേക്ക് നോക്കിയിട്ട് ദൈവത്തിന്റെ മഹത്വം ദർശിക്കുകയാണ്. ദൈവത്തിന്റെ ഗ്ലോറി, ദൈവത്തിന്റെ മഹത്വം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം. അടിസ്ഥാന മാനസാന്തരം സംഭവിച്ച ഒരു ദൈവ പൈതൽ, അവന്റെ ജീവിതത്തിൽ എപ്പോഴും അവൻ ഗോഡ് സെന്റേർഡ് ആയിരിക്കും. ഗോഡ് സെന്റേർഡ് ആയിരിക്കും. തൻ്റെ വാക്കിലും തൻ്റെ പ്രവൃത്തിയിലും തൻ്റെ ജീവിതത്തിലും അവൻ എപ്പോഴും തൻ്റെ കർത്താവിന് മാത്രം മഹത്വം കൊടുക്കുന്ന വ്യക്തിയായിരിക്കും. എപ്പോഴും ദൈവത്തിന് മഹത്വം, എപ്പോഴും ദൈവത്തിന് മഹത്വം. അവൻ ദൈവത്തിലേക്ക് നോക്കിപ്പിക്കും. തൻ്റെ കൂടെയുള്ളവരെ, തൻ്റെ ചുറ്റുപാടുകളുള്ളവരെ കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് അവൻ കണ്ണുറപ്പിക്കും. എനിക്കിഷ്ടപ്പെട്ട കർത്താവിൻ്റെ അഭിഷിക്ത വൈദികനാണ് ബഹുമാനപ്പെട്ട സോജി ഓലിക്കിലച്ചൻ. സെഗ്യോൻ മിനിസ്ട്രീസിൻ്റെ
കൂടെ പ്രവർത്തിച്ച് വട്ടായിലച്ഛനോട് കൂടെ ദൈവരാജ്യ വേലയിൽ വ്യാപൃതനായിക്കൊണ്ടിരിക്കുന്ന അച്ഛനാണ്. അച്ഛൻ ഇംഗ്ലണ്ടിൽ, വർഷങ്ങളോളം ഇംഗ്ലണ്ടിൽ, യൂറോപ്പിലൊക്കെ ലോകത്തിൻ്റെ പല ദിക്കുകളിലും അതിശക്തിയോടെ പരിശുദ്ധാത്മാവ് എടുത്തുപയോഗിച്ച കർത്താവിൻ്റെ അഭിഷിക്തനായിരുന്നു സോജി ഓലിക്കലച്ഛൻ. അച്ഛനെ കാണുമ്പോൾ തന്നെ നമുക്ക് ആത്മാവിൻ്റെ ആനന്ദം ഉണ്ടാകും. അച്ഛൻ്റെ മുഖത്ത് എപ്പോഴും ഒരു പുഞ്ചിരിയുണ്ട്, ഒരു പ്ലീസിങ് ഫേസ് ആണ്. അച്ഛൻ്റെ സാന്നിധ്യം തന്നെ നമുക്ക് വലിയൊരു ആനന്ദം ഉണ്ടാക്കും. ഞാൻ ചുമ്മാ പറയുന്നതല്ല, അത് 10,000ങ്ങളുടെ മുൻപിൽ കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കുവാൻ പരിശുദ്ധാത്മാവ് ഈ നാളുകളിൽ അച്ഛനടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. അതിശക്തമായ അത്ഭുതങ്ങള്, സൗഖ്യങ്ങള്, മാനസാന്തരങ്ങള്. എന്തുമാത്രം യുവജനങ്ങളാണ് ഇംഗ്ലണ്ടിലൊക്കെ മാനസാന്തരപ്പെട്ടിരിക്കുന്നത്. അവിടുത്തെ ലോകത്തിനെ വെറി കൂത്തുകൾ എന്നൊക്കെ അവരെ തന്നെ വിശുദ്ധീകരിച്ച് കർത്താവിൻ്റെ വചനത്തിൻ്റെ തീനാവുകളായി അവർ ഇംഗ്ലണ്ടിലും യൂറോപ്പിൻ്റെ പല ദിക്കുകളിലും അവർ യേശുവിനെ സാക്ഷ്യം വഹിക്കുകയാണ്. ഇതെല്ലാം സോജി ഓലിക്കലച്ഛൻ്റെ ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മ ചെയ്ത പ്രവർത്തികളാണ്. അച്ഛനോട് എപ്പോൾ ചോദിച്ചാൽ അച്ഛാ ശുശ്രൂഷ എങ്ങനെയുണ്ടായിരുന്നു, വലിയ വിധത്തിൽ ആത്മാവ് ഇടപെട്ട ശുശ്രൂഷകളൊക്കെ ആയിരിക്കും. അച്ഛൻ പറയും, കർത്താവ് പ്രവർത്തിച്ചു, കർത്താവിൻ്റെ കരുണ. കർത്താവ് പ്രവർത്തിച്ചു, കർത്താവിൻ്റെ കരുണ. എല്ലാം ദൈവത്തിൻ്റെ കരുണയാണ്. നമ്മളെപ്പോൾ ചോദിച്ചാൽ അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട്, കർത്താവിൻ്റെ കരുണ, കർത്താവിൻ്റെ കരുണ. പലപ്പോഴും അത് എൻ്റെ ജീവിതത്തെ ഒരുപാട് സ്വാധീനിച്ചു. പ്രിയപ്പെട്ടവരെ, എല്ലാം കർത്താവിൻ്റെ ദയയാണ്, ഒന്നും നമ്മുടേതല്ല. എവറിത്തിങ് ബിലോങ്സ് ടു ദ ലോർഡ്. എല്ലാം കർത്താവിൻ്റെതാണ്. എല്ലാം അവൻ്റെ മഹത്വത്തിനാണ്. എല്ലാം അവൻ്റെ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കാണ്. എല്ലാം കർത്താവിൻ്റെ ജനത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ്. ഇതാണ് പരിശുദ്ധാത്മാവ് രൂപാന്തരീകരണം ചെയ്ത ഒരു ദൈവ പൈതലിൻ്റെ പ്രത്യേകത. പൗലോസ് ഇത് പഠിപ്പിക്കുന്നുണ്ട് കൊരിന്ത്യർ സഭയ്ക്ക് 1-ാമത്തെ ലേഖനം 10-ാം അധ്യായം 31-ാമത്തെ വചനത്തിലാണ്. അതിനാൽ നിങ്ങൾ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ മറ്റെന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ അവയെല്ലാം ദൈവമഹത്വത്തിനായി ചെയ്യുവിൻ. ദൈവത്തിൻ്റെ മഹത്വത്തിനായി, എല്ലാം ദൈവമഹത്വത്തിന്. നമ്മൾ പാടിയാലും, നമ്മൾ പ്രസംഗിച്ചാലും, നമ്മൾ ജോലി ചെയ്താലും, നമ്മൾ ബിസിനസ് നടത്തിയാലും, നമ്മൾ പഠിച്ചാലും, നമ്മൾ പ്രാർത്ഥിച്ചാലും, നമ്മൾ ഭക്ഷണം കഴിച്ചാലും, നമ്മൾ കിടന്നുറങ്ങിയാലും, നമ്മൾ എന്ത് ചെയ്താലും അതെല്ലാം ദൈവമഹത്വത്തിന്, കർത്താവിൻ്റെ മഹത്വത്തിന്, കർത്താവിൻ്റെ രാജ്യത്തിന്, നമ്മുടെ വിശ്വാസത്തിൻ്റെ വളർച്ചയ്ക്ക് ഈ ഒരു ചിന്തയോടെ നമ്മൾ ചെയ്യണം. ഇതാണ് അടിസ്ഥാന മാനസാന്തരമുള്ള ഒരു ദൈവ പൈതലിൻ്റെ പ്രത്യേകത. 4-ാമത് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 7-ാം അധ്യായം 59-ാമത്തെ വചനത്തിലാണ്. ഇതെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ കൂടി വന്ന ജനക്കൂട്ടം മുഴുവൻ എസ്തഫാനോസിനെ കല്ലെറിയുകയാണ്. അനന്തരം അവർ എസ്തഫാനോസിനെ കല്ലെറിഞ്ഞു. അപ്പോൾ അവൻ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കല്ലേറ് കൊള്ളുമ്പോൾ നമുക്ക് എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ട്? അപവാദങ്ങളുടെ കല്ലേറ്, തെറ്റിദ്ധാരണകളുടെ കല്ലേറ്, വിമർശനങ്ങളുടെ കല്ലേറുകള്, നിരാശയുടെ, അതുപോലെ തന്നെ ഈ ലോകത്തിന്റെ മറ്റു പല വ്യാപാരങ്ങളുടെ കല്ലേറുകൾ മൂലം പിശാച് നമ്മളെ പീഡിപ്പിക്കുമ്പോൾ, നമ്മളെ ഞെരുക്കുമ്പോൾ, ആ കല്ലേറുകളിൽ നമുക്ക് മുട്ടുമടക്കാൻ, കൈവിരിക്കാൻ, പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടോ? കല്ലേറുകളെ പ്രാർത്ഥനയാക്കി മാറ്റാൻ പറ്റുന്നുണ്ടോ? പ്രതിസന്ധികളെ കൃപയായി സ്വീകരിക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ ഈ വചനഭാഗം വായിച്ച് പലപ്പോഴും ഒരു അതിശയോക്തി പറയല്ല, ഈ എസ്തഫാനോസ് എന്നാ ഒരു പവർ! എസ്തഫാനോസിന് സ്വർഗത്തിൽ ചെന്നിട്ട് വേണം ഒരു 5 മിനിറ്റ് എസ്തഫാനോസുമായിട്ടൊരു ഇന്റർവ്യൂ നടത്താനായിട്ട്. കാരണം ഇതെങ്ങനെയാ സാധിച്ചത്? ഈ കല്ലേറിനൊന്നും എസ്തഫാനോസിനെ വേദനിപ്പിക്കാൻ പറ്റിയില്ല. തന്റെ ദേഹത്ത് ഏറുകൊണ്ട് ശരീരം മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുക, ദുസ്സഹമായ വേദനയെ. പക്ഷേ എസ്തഫാനോസിന്റെ ആത്മാവിന് വേദനയില്ല. കാരണം അവൻ പ്രാപിച്ച ആത്മശക്തി അത്രയും വലുതായിരുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറഞ്ഞ സാന്നിധ്യം അത്രമാത്രം ഉന്നതമായിരുന്നു എസ്തഫാനോസിൽ. പ്രിയപ്പെട്ടവരെ, കല്ലേറുകളിൽ പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. നമുക്കെതിരെ ഞാൻ 15-ാമത്തെ വയസ്സിൽ സുവിശേഷ വേല ആരംഭിച്ചതാണ്. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, നമുക്ക് പല വിധത്തിലുള്ള കല്ലേറുകൾ വരും. ഏകദേശം
30ഓളം വർഷമായി സുവിശേഷ വേല തുടങ്ങിയിട്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്തുമാത്രം കല്ലേറുകൾ, എന്തുമാത്രം പ്രതിസന്ധികൾ, എന്തുമാത്രം തെറ്റിദ്ധരിക്കപ്പെടുന്ന അനുഭവങ്ങൾ, ഒരുപാട് വിമർശനത്തിൻ്റെ ഇതെല്ലാം നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകും. നമ്മൾ വിശ്വസ്തയോടെ കർത്താവിനോട് ചേർന്ന് നിന്നാൽ ഈ കല്ലേറുകളെയെല്ലാം ഇരട്ടി അഭിഷേകമാക്കി 100 ഇരട്ടി കൃപയാക്കി കർത്താവ് മാറ്റും. ഈ കല്ലേറുകളെയെല്ലാം നമുക്ക് വളരാനുള്ള വളമാക്കി, നമുക്ക് മുകളിലോട്ട് കയറാനുള്ള ചവിട്ടുപടികളാക്കി കർത്താവ് മാറ്റും. ഹല്ലേലൂയ! ആരും നിരാശപ്പെടരുത്. അതുകൊണ്ട് കല്ലേറുകളെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചോ, കല്ലേറുകളെ ഓർത്ത് ദൈവത്തെ ആരാധിച്ചോ. അവിടെ ദൈവത്തിന്റെ ശക്തി ഇറങ്ങി വരും. അവിടെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നിനക്ക് വേണ്ടി കർത്താവ് വെളിപ്പെടുത്തും. പൗലോസും ശീലാസും എന്തുമാത്രം അടിയാ കൊണ്ടത്, ഒരുപാട് അവർക്ക് സഹിക്കേണ്ടി വന്നു. എന്നാൽ ഈ സഹനത്തിന്റെ ഈ കൊടും ചൂളയിലെ അവർ രാത്രികാലേ കർത്താവിനെ ആരാധിച്ചു. എന്താ സംഭവിച്ചത്? ആരാണ് അവരെ മെക്കദോനിയയിലേക്ക് വിട്ടത്? ആ ദൈവത്തിന്റെ ആത്മാവ് കാരാഗൃഹത്തിലുള്ളറയിലേക്ക് ഇറങ്ങി വന്നു, അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു. ഇന്നും ഇതുപോലെ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ശക്തനാ. പറയുക, കല്ലെറിയുന്നവരെ ഓർത്ത് അസ്വസ്ഥരാകരുത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരെ സ്നേഹിക്കുക. അവരെ കർത്താവിന് വേണ്ടി നേടുവാനുള്ള കമ്മിറ്റ്മെന്റ് നമുക്കുണ്ടാകണം. പിറുപിറുത്തും പരാതി പറഞ്ഞും നിരാശപ്പെട്ടും ദൈവം നമുക്ക് തരുന്ന സാധ്യതകളെ നഷ്ടപ്പെടുത്തി കളയരുത്. ഒരുപാട് കല്ലേറുകൊണ്ട് തകർന്നു പോയ ആയിരങ്ങളെ ഈ ശുശ്രൂഷയിൽ കർത്താവിന്റെ കണ്ണുകൾ കാണുന്നുണ്ട്. സഹോദര സഹോദരി, ഇത് നിനക്കുള്ള ദൈവത്തിന്റെ ആലോചനയാണ്. നീ അസ്വസ്ഥപ്പെടരുത്, നിരാശപ്പെടരുത്, നീ വിഷാദത്തിലേക്ക് പോകരുത്. കർത്താവിന്റെ ശക്തമായ കരം നിന്റെ മേലുണ്ട്. ഇത് പറയുമ്പോൾ എൻ്റെ മേൽ അതിശക്തമായ ദൈവ സാന്നിധ്യത്തിന് പകർച്ചയുണ്ടാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ. അവസാനമായിട്ട് എന്താ കാണാൻ കഴിയുന്നത്? 59 60 വചനങ്ങളിലോട്ട് വരിക. അതിനവസാന ഭാഗത്ത് പറയാ, തൻ്റെ പ്രത്യാശ. ഈ കല്ലേറുകൊണ്ട് പ്രാണവേദനയോടെ പിടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എസഫാനോസിന്റെ പ്രത്യാശ കണ്ടു. അടിസ്ഥാന മാനസാന്തരം സംഭവിച്ച ഒരു വ്യക്തി ഇതുപോലെയായിരിക്കും. സഹനങ്ങളിൽ അവർ നഷ്ടധൈര്യരാകുകയില്ല. വേദന കൊണ്ടൊരു ഭാഗത്ത് പിടയുമ്പോഴും അവർ പ്രത്യാശയോടെ സ്വർഗത്തിലേക്ക് നോക്കും. അവനെന്താ പ്രാർത്ഥിച്ചത്? കർത്താവായ യേശുവേ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ. 59 അവസാന തിരുവെഴുത്ത് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. കർത്താവേ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ. പ്രത്യാശയാണ്. എനിക്കൊരു കർത്താവുണ്ട്. എൻ്റെ മരണത്തോട് ഞാനിവിടെ അവസാനിക്കുകയില്ല, എൻ്റെ നിത്യത ആരംഭിക്കുകയാണ്. എൻ്റെ ആത്മാവ് കർത്താവിൻ്റെ കരങ്ങളിൽ സുരക്ഷിതമാണ്. ഈ ഒരു പ്രത്യാശ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു വചനമാണ്. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനി സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം 17-ാമത്തെ വചനം. നിങ്ങൾ എല്ലാവരും ആ വചനം ഒരുമിച്ച് വായിക്കുക. 4:17. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായി നമ്മിൽ അവിശേഷിക്കുന്നവർ ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കാനായി അവരോടൊപ്പം മേഘങ്ങളിൽ സമഹിക്കപ്പെടും. അങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ആയിരിക്കുകയും ചെയ്യും. ഹല്ലേലൂയ! എത്ര ആനന്ദം തരുന്ന വചനമാണിത്. അങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ആയിരിക്കും. ഈ ഒരു പ്രത്യാശയാണ് എസഫാനോസ് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാനുള്ള കാരണം. കർത്താവായ യേശുവേ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ. അവസാനമായി 7:60 എന്താ പറയുന്നത്? നിരുപാധികം ക്ഷമിക്കുകയാണ്. തന്നെ കല്ലെറിഞ്ഞവരോട്, തന്നെ തകർത്തവരോട്, തന്നെ ചീത്തയും തെറിയും വിളിച്ചവരോട്, തന്നെ അപമാനിച്ചവരോട് നിരുപാധികം എസഫാനോസ് ക്ഷമിക്കുകയാണ്. പരിശുദ്ധാത്മാവിൽ രൂപാന്തരപ്പെട്ട ജീവിതം ഇതാണ്. ക്രിസ്തുവിനായി മാനസാന്തരപ്പെട്ട ഒരു ദൈവ പൈതൽ ഇപ്രകാരമുള്ളവനായിരിക്കും. നിരുപാധികം ക്ഷമിച്ചു,
7:60 എല്ലാവരും ഒരുമിച്ച് വായിച്ച് എന്താ വചനം പറയുന്നത്? എസഫാനോസ് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, ഈ പാപം അവരുടെ മേൽ ആരോപിക്കരുത്. കർത്താവെ, ആരോപിക്കരുത്. കുരിശിൽ കിടന്ന് നമ്മുടെ കർത്താവ് പ്രാർത്ഥിച്ചു. ലൂക്കായുടെ സുവിശേഷം 23:34 പ്രാർത്ഥിച്ചത്. ആ വചനത്തിൽ കാണുന്നുണ്ട്, പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയുന്നില്ല, അവരോട് ക്ഷമിക്കണമേ. നിരുപാധികം ക്ഷമിച്ചു. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമുക്ക് ആരോടും പരാതി വേണ്ട. നമ്മളെ തകർത്തവരായിരിക്കാം, നശിപ്പിച്ചവരായിരിക്കാം, നല്ല വാക്കുകൾ പറഞ്ഞ് നമ്മളെ ചതിച്ചവരായിരിക്കാം. ആരുമാകട്ടെ, പരാതികൾ വേണ്ട, പരിഭവങ്ങൾ വേണ്ട. ബിസിനസ്സിൽ നമ്മളെ പറ്റിച്ചവരായിരിക്കാം, നമ്മുടെ കുടുംബം കലക്കിയവരായിരിക്കാം, നമ്മുടെ മക്കളെ അപഹരിച്ചവരായിരിക്കാം. നിരുപാധികം ക്ഷമിക്കുക. കർത്താവിന്റെ ക്രൂശിലേക്ക് നമ്മൾ നോക്കുക. ഞാൻ വിശ്വസിക്കുന്നു, സാത്താന്റെ തല എപ്പോഴാണ് തകർക്കപ്പെട്ടത്? ഈ പ്രാർത്ഥന ഈശോ പ്രാർത്ഥിച്ചപ്പോൾ, പിതാവേ, അവർ ചെയ്യുന്നതെന്ന് അവർ അറിയുന്നില്ല, അവരോട് ക്ഷമിക്കണമേ എന്ന് യേശു ക്ഷമിച്ച് സ്നേഹിച്ച് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവിന്റെ മുറിവേറ്റ ആ പാദങ്ങൾക്ക് കീഴെ പിശാചിന്റെ തല തകർക്കപ്പെടുകയാണ്. സാത്താന്റെ സാമ്രാജ്യം തകർത്ത് മരണത്തിന്റെ താക്കോൽ കർത്താവ് പിടിച്ചടക്കുകയാണ്. ക്ഷമയ്ക്ക് വലിയ ശക്തിയുണ്ട് പ്രിയപ്പെട്ടവരെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എസഫാനോസിനെ പോലെ ഞങ്ങളെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. വിശ്വാസത്തിന്റെ തീനാവുകളായി സഭയിൽ കത്തിജ്വലിക്കുവാൻ, വിശ്വാസത്തിന് വേണ്ടി മരിക്കേണ്ടി വന്നാലും സത്യവിശ്വാസത്തെ ഉയർത്തിപ്പിടിക്കുവാൻ കർത്താവേ, ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഞങ്ങളുടെ ആവശ്യങ്ങളുടെ മേൽ, ഞങ്ങളുടെ നിയോഗങ്ങളുടെ മേൽ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ, ഞങ്ങളുടെ മക്കളുടെ മേൽ കർത്താവേ, ഞങ്ങളുടെ മുൻപിലുള്ള 100 പ്രതിസന്ധികളുടെ മേൽ അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ പകരണമേ. പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നിമിഷം കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നമ്മൾ ഒരുമിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിളിച്ച് പ്രാർത്ഥിച്ചോ. യേശുനാമം വിളിച്ച് പ്രാർത്ഥിച്ചോ. യേശുവേ, അത്ഭുതങ്ങളുടെ ദൈവമേ, കരങ്ങൾ നീട്ടണമേ, അഭിഷേകം പകരണമേ. എസഫാനോസിനെ പോലെ ഞങ്ങളുടെ ജീവിതം കൃപയുടെ, അഭിഷേകത്തിന്റെ, ആത്മശക്തിയുടെ ജീവിതമാക്കി മാറ്റണമേ. ലോർഡ് ബ്ലെസ് ലോർഡ്. കുടുംബങ്ങളിൽ ഈ രാത്രിയിൽ ദൈവശക്തി ഇറങ്ങട്ടെ. സമൂഹങ്ങളിൽ, കൂട്ടായ്മകളിൽ, ദേശാന്തരങ്ങളിൽ, ലോകരാജ്യങ്ങളിൽ പരിശുദ്ധാത്മ തീ പടരട്ടെ. ഓ ഫയർ, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. എല്ലാവരും ചേർന്ന് ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ, 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 കവിഞ്ഞൊഴുകണമേ. ഷെക്കേന ടെലിവിഷന്റെ പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടോ? ഇനി ഒക്ടോബർ മാസത്തിൽ നമ്മൾ സ്വർഗത്തിൻ്റെ സൈന്യാധിപ 10 ദിവസത്തെ ശക്തമായ ശുശ്രൂഷകൾ വരികയാണ്. കേരള സഭയിൽ അറിയപ്പെടുന്ന പ്രഘോഷകരെ നിങ്ങളതിനു വേണ്ടി പ്രാർത്ഥിക്കണം. അതുപോലെ ന്യൂസ് റിലേറ്റഡ് ആയിട്ടുള്ള പുതിയ പല പ്രോഗ്രാമുകൾ വരികയാണ്. കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ ഷെക്കേന ടെലിവിഷൻ ദൈവജനത്തിന്, ലോകത്തിന് അനുഗ്രഹമായി മാറാൻ നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യപ്പെടുന്നു. ഒരു ന്യൂ ബോൺ ബേബിയാണ്. ഒരുപാട് ആവശ്യങ്ങളുണ്ട്. നമുക്ക് ഒരുപാട് ദൂരം ഇനിയും മുന്നോട്ട് പോകാനുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയും സഹായവും, അതുപോലെ നിങ്ങൾ സാമ്പത്തികമായി ഈ മാധ്യമ ശുശ്രൂഷയെ സഹായിക്കണം. നിങ്ങൾ, നമ്മുടെ കൂട്ടുത്തരവാദിത്വമാണത്. നമ്മുടെ സഭയുടെ ശബ്ദമായി, നമ്മുടെ സമൂഹത്തിന് ആവശ്യങ്ങൾക്ക് വേണ്ടി പൊതുസമൂഹത്തിൽ ശബ്ദം ഉയർത്തുന്നൊരു മാധ്യമമായി
ഈ ശുശ്രൂഷ മാറാൻ, അത് വളരാൻ നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. പ്രാർത്ഥിച്ചും അതുപോലെ തന്നെ സാമ്പത്തികമായി സഹായിച്ചും നിങ്ങൾ ഷെക്കന ടെലിവിഷനെ ശക്തിപ്പെടുത്തണം. നിങ്ങൾ ഏത് പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങൾ അറിയിക്കണം. വ്യക്തിപരമായി എനിക്ക് വേണ്ടിയും ടീം ഷെക്കേനയ്ക്ക് വേണ്ടിയും നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഓർക്കണം. അടുത്ത ശനിയാഴ്ച രാത്രി 9 മണിക്ക് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. വ്യക്തിപരമായി നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.